കൊറേ നാളെ ഇങ്ങോട്ടാരും വരൂലായിരുന്നല്ല. ഓരോ ലെയർ ആയിട്ട് അതെങ്ങനെയാണ് നീ എടുത്തത്? ആ സാധനം എങ്ങനെ താനെ പൊങ്ങിയോ നിന്റെ കയ്യിൽ വന്നു? അങ്ങനെയൊക്കെ വരും. ഒന്ന് താഴെ ചവിട്ട്. ഓ അത് കൊള്ളായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് കളി രസമാവും. ഏത് ബാങ്കായി പറഞ്ഞു. ബാങ്കായി ഇന്നലെ ഇന്ന് ബാങ്കായി ഇല്ല. ഓ ശരി, അറ്റത്താറായി. നല്ല ഇനി അറ്റത്തിട്ട് പോകും. നോക്കിയാണ് എന്നാ ഒരു മണ്ണായിരുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇവിടേക്ക് കരിയിലാണ് പ്രശ്നം, മനസ്സിലായില്ലേ? ഇവിടേക്ക് കരിയിലാണ് പ്രശ്നം, അല്ലാതെ കാടല്ല. അവിടേക്ക് കാട് പ്രശ്നം വരും, കരിയിലേ ഉള്ളു. അല്ല ഈ സാധനമൊക്കെ വെട്ടണം, ഇതൊക്കെ വെട്ടണം. അതെവിടെടാ വെട്ടി ഇതായിരിക്കണം. മാർക്കണ്ടാ കേട്ടോ. ഓ ഇവൻ ഞാൻ കണ്ടിട്ടുള്ളത് ദിലീപ് മറ്റേ പട്ടാളത്തിൽ നിന്ന് ലീവ് കിട്ടാൻ വേണ്ടി. ആ ജയറാം അതേ സിനിമയായിരുന്നു. പഴയ പടം ജനാർദ്ദനാടാ. ചുമ വന്നാടാ. ചുമ ഭയങ്കര കാലം. കിളിയുടെയൊക്കെ സൗണ്ട് പോലെ നാച്ചുറാലിറ്റി ഉണ്ടോ ഇവിടെ? അത് വേണ്ട, അത് എലി. എന്തിന്റെ മുട്ട എവിടെ? അല്ല മുട്ട അല്ലല്ലോ, കൂണടാ. മുട്ടയും കോണും ഡൈനോസറിന്റെ മുട്ട. അയ്യോ പല്ലി മുട്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. പല്ലി അരണയൊക്കെ മുട്ട ഇടും. ഏതൊരു കണ്ടിട്ട് അരണ മുട്ട ഇടും. പല്ലി മുട്ട ഇടുമെങ്കിൽ അരണ മുട്ട ഇടും. അതെങ്ങനെ അറിയാം? ഡൈനോസറും അവരെല്ലാം ഒരേ റിലേറ്റീവ്സ് അല്ലേ. ഡൈനോസർ മുട്ടയാണല്ലോ ഇടണം. ആ ഡൈനോസർ മുട്ടയാണ് ഇടണം. അതെങ്ങനെ അറിയാൻ പറ്റും? പക്ഷെ അത് ഈ തിയററ്റിക്കലി പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഫോസിലൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഫോസിൽ കിട്ടിയിട്ടുണ്ട്. അത് മുട്ടയായിട്ട് എങ്ങനെ ബന്ധം പറഞ്ഞാ? ഈ മുട്ടയെന്ന് പറഞ്ഞാൽ അതിന്റെ തോട് എങ്ങനെ പോയാലും ഡിഗ്രേഡബിൾ അല്ലേ? അങ്ങനെ അല്ലടാ. ഇപ്പോൾ ഒരു ജീവിയൊക്കെ അത് പ്രസവിക്കുന്നതാണോ മറ്റാണോ അതിന്റെ സ്കള്ളൊക്കെ നോക്കി അവർക്ക് അറിയാൻ പറ്റും. അതെങ്ങനെ മനസ്സിലാവും? അതൊക്കെ പറ്റും. ആ ഇന്റേണൽ സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ അതിന്റെ ബോൺസ് മാത്രമല്ലേ ഉള്ളൂ, അതും കംപ്ലീറ്റ് ഒരു ബോൺ ആയിട്ടല്ലല്ലോ. അല്ല അങ്ങനെയല്ല. ഇപ്പൊ ഫോസിൽസ് ആണോ ഉള്ളത്? ഫീമെയിലിന്റെ ഇവിടത്തെ ബോണും മെൻസിന്റെ രണ്ടാണ്. കാരണം പ്രസവിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തിരി വീതി കൂടുതലാണ്. ഓക്കെ, അതൊക്കെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡൈനോസറിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഡൈനോസറിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത മറ്റേ അതിന്റെ തൂവലുണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഈ ഡൈനോസറിൽ മുട്ട ഇടുന്നത് ഉള്ളത് പോലെ തന്നെ പ്രസവിക്കണതും കാണാലോ. പല ടൈപ്പ് ഇല്ലേ? കാണും ഇല്ലേ? അത് പക്ഷെ ഞാൻ റീല് കണ്ടാണ്. ഇപ്പോഴും ഡൈനോസർ നമ്മളെ ഇടയിലുണ്ട്. മറ്റേ വലിയ പക്ഷികളില്ലേ നല്ല ചിറവുള്ള, അതിന്റെയൊക്കെ പരിണാമം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫേസ് പോലെയാണ് ഇരിക്കുന്നത്. അത് ശരിയാണ്. നമ്മളെ കോഴി അങ്ങനെ പറയുന്നുണ്ടല്ലോ. കോഴിയല്ല, മറ്റേ വേറെ കോഴിയെ പറയുന്നുണ്ട് പണ്ടത്തെ അതിന്റെയൊക്കെ. അല്ല എല്ലാം പരിണമിച്ച് വന്നേയില്ലേ പണ്ടത്തെ. അതാണ് നമ്മളെ തന്നെ പരിഗണിച്ച് വന്നേന്ന്. എന്തേലും പറഞ്ഞിട്ട് പോയാ മതി. എടാ അത് തെറ്റിപ്പോയി. അതെങ്ങനെ പരിണമിച്ച് പക്ഷെ നമ്മളുള്ള ഭാവം ബ്ലൂടൂത്ത് പറയണം. ബ്ലൂടൂത്ത് എന്നാണ് പറയണം. ബ്ലൂടൂത്ത് അല്ലെ? ഞാൻ കറക്റ്റായിട്ട് പറയും. അവൻ പറയണം ബ്ലൂടൂത്ത് എന്നാണ് അവൻ പറയുന്നത്. between legs in between. ഇഷ്ടംപോലെ കിളികളുണ്ട് കേട്ടോ. ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടേ
ആ ചെറിയൊരു വെയിൽ വരുമല്ല, ഓ അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് നല്ല രസമാണ് കാണാൻ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലത്ത് സെറ്റാക്കാൻ അതൊക്കെ കാണിച്ചു കൊടുക്കല്ലേ. യാ സോ പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിദത്തമായ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രകൃതി നമ്മോടൊപ്പം നിൽക്കും. അത് പൗലോ പോലെ വരുന്നില്ല, അങ്ങനത്തെ വേറൊരു സാധനം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അമിതമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നമുക്കത് നടത്തി തരും. That's a law of nature. ബൈ പൗലോ കൊയിലോ. അവർക്ക് ആരായിരിക്കും പേരിടണ പൗലോ കൊയിലോ എന്നൊക്കെ? എൻ്റെ അച്ഛനമ്മ എനിക്കങ്ങനെ അറിയാം. എന്നിട്ട് കൊയിലോ എന്നൊക്കെ എങ്ങനെ ഇടണ? പണ്ടത്തെ അവരൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. അവരാലോചിക്കുന്ന നിനക്കാരും അഭിനന്ദ കാര്യത്തെ. ഓ അത് വീണ്ടും കുഴപ്പമില്ലല്ലേ. നിന്റെ അച്ഛന്റെ പേരെന്തിനാ? ശേഖരപിള്ള. ശേഖരപിള്ളേരുടെ അച്ഛന്റെ പേരെന്തിനാ? ചോദിച്ചിട്ടില്ല. നിന്റെ എന്റെ അച്ഛന്റെ പേര് അങ്ങനെയല്ല, അച്ഛന്റെ പേര് സുജാതൻ. അപ്പൂപ്പന്റെ പേര് ചക്രപാണി. അപ്പൂപ്പന്റെ അച്ഛന്റെ പേര് അതെനിക്കറിഞ്ഞൂടാ. അതാണ്. അപ്പൊ ഓരോ കാലഘട്ടത്തില് പേരുള്ള വ്യത്യാസം കണ്ട. നിന്റേതാ? അതാണ് ജയചന്ദ്രൻ. ജയചന്ദ്രൻ. അച്ഛന്റെ വേണുഗോപാൽ. അച്ഛന്റെ തേവൻ. തേവനാ? തേവൻ. നമുക്ക് തേവര്. അതിന്റെ അപ്പൂപ്പന്റെ പേര് തിരുവഞ്ചൻ. എടാ നിങ്ങളെന്താ മറ്റേ വീട്ടിൽ എഴുതി വെക്കോ ബോർഡ് പോലെ ഇങ്ങനെ? രാജകുടുംബം വരുന്ന ഇത്. തിരുവഞ്ചൻ. അത് നിങ്ങൾ ആരെങ്കിലും ആണോ? എന്തൊക്കെ ടെക്നോളജിയാടാ. കയ്യിൽ കൊടുത്ത ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്താണ്. വൈഡാങ്കിൾ പോ. വൈഡാങ്കിൾ. വാവ് എത്തി. ഇത് തൊട്ടപ്പുറത്താണ്. ഇതാണ് നമ്മളെ സ്പേസ്. ഇവിടെയാണ് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് വിചാരിച്ചു. ഓക്കെ. ഇതാണ് ഇഞ്ചി. ഇഞ്ചിയാ? അല്ല ഇതല്ലേ ഇഞ്ചി. ആ കൂവായിരിക്കും. ഇഞ്ചി അല്ലല്ലോ, മഞ്ഞള്. അങ്ങനെ മഞ്ഞളിനെ കണ്ടു. അതെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇത് ഇത്രയും അവിടെയാണ് നമ്മൾ മെയിനായിട്ടും ഇരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ ആദ്യം ചെയ്യാൻ പോണത് ഇവിടെയാണ്. ഇവിടെ ഓരോന്ന് നട്ട് റെഡിയൊക്കെ ആക്കിയിട്ട് ബാക്കി ഇങ്ങോട്ടൊക്കെ വരാം. പുളിക്കല്ലേടാ? അങ്ങനെ പുളിപ്പ്. പിന്നെന്തിരുന്ന് കഴിക്കണേ? കടിച്ചു പിടിച്ചിരിക്കണം. പുളിപ്പെന്ന് പറഞ്ഞ കഴിയും. എനിക്ക് ശാലമ്പനും പുളി പറ്റൂല. അവൻ കടിച്ചാൽ മണപ്പിച്ചോ. എങ്ങനെയുണ്ട്? ഞാൻ ചാർജായി. അതൊന്നും കുഴപ്പമില്ല. നീ ഇങ്ങനെ പേടിക്കണം എന്തിന്? കടിക്കോടാ. അങ്ങനെ കടിക്കുന്നില്ല. എന്തോന്നു? ആ ഇവിടെ വല്ല പറ്റിയോ? ഇല്ല, ഒന്നും പറ്റിയില്ല. അതാണ് പറഞ്ഞ ചുമ്മാ. എടാ ഭയങ്കര മുള്ളടാ. മേലോട്ട് നോക്ക് നീ. നമുക്ക് പിന്നെ ചെയ്യാടാ. അത് മുറിഞ്ഞടാ. മണ്ണിൻ മണവും മഴയുടെ കുളിരും പച്ച വിരിച്ചൊരു നാട്ടിൽ നാം ജീവൻ നൽകിയ ഭൂവിൻ കുടിലിൽ ഒന്നായി വാഴേണം. അപ്പോ എല്ലാവരും നമ്മുടെ ഈ വീഡിയോസ് എല്ലാം കണ്ടു കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കണമല്ലോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇനി അങ്ങോട്ട് എന്തെല്ലാം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാൻ കമന്റിൽ എല്ലാവരും രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മളെ വീഡിയോ കിട്ടോടാ? നമ്മൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ ഒരു ഇതുപോലുള്ള വീഡിയോയുമായി കപ്പിൾസ് ഉള്ളവർ അൻഡർ ദെൻ ലൈൻ.